ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സെല്ലിങ്ങിൻ്റെ കേസിൽ. ഓക്കെ, അതായത് സെല്ലിങ്ങിൽ നമുക്ക് വരൽ ഐറ്റം ക്രിയേഷൻ, അതായത് ഒരു ഐറ്റവും നമ്മൾ സെല്ല് ചെയ്യല്. ഓക്കെ, അതേപോലെ കസ്റ്റമർ ക്രിയേഷൻ, പിന്നെ സെയിൽസ് കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി നോട്ട്, അതേപോലെ സെയിൽസ് ഇൻവോയ്സ്, പിന്നെ പേയ്മെൻറ്റ് എൻട്രി. ഓക്കെ, സോ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. അതേപോലെ തന്നെ കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കാണിച്ചു തന്നു. മുന്നത്തെ വീഡിയോ റെഫർ ചെയ്താൽ ഈ രണ്ട് ക്രിയേഷനും എങ്ങനെയെന്നുള്ളത് മനസ്സിലാവും. സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ പോകുന്നത് കൊട്ടേഷനിലോട്ടാണ്. ഓക്കെ, കൊട്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് ഓർഡർ ആവും, ബട്ട് ഫസ്റ്റ് ഞാൻ കൊട്ടേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെ കൊട്ടേഷൻ സെർച്ച് ചെയ്യുന്നു, കൊട്ടേഷൻ ലിസ്റ്റ് കിട്ടും. ഓക്കെ, കറൻറ്റ്ലി ഇപ്പോൾ ഞാനൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പുതിയൊരു കൊട്ടേഷന് ഒരു കസ്റ്റമറിന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ആഡ് കൊട്ടേഷൻ ഞാൻ കൊടുത്തു. അത് കൊട്ടേഷൻ ടു എന്നുള്ള കസ്റ്റമർ. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CRM ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രം ലീഡ്, പ്രോസ്പെക്റ്റ് കാര്യങ്ങളുണ്ടാവും. അത് CRMൻ്റെ കേസിലാണ്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഞാൻ CRM അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ഞാൻ കൊട്ടേഷൻ ടു എന്നുള്ള കസ്റ്റമർ കൊടുത്തു. ഏതാണോ നമ്മൾ കസ്റ്റമർ, ഇപ്പോൾ മുന്നത്തെ വീഡിയോസിൽ ചെയ്ത പോലെ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ആ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് പുതിയൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ എഡിറ്റ് ഫുൾ ഫോമിലുള്ള കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തേക്കണം. സോ ഞാൻ ആ കസ്റ്റമറെ എടുക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ കസ്റ്റമർ. സോ ആ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ നെയിമും അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ അഡ്രസ്സിൽ ആ കസ്റ്റമറെ അഡ്രസ്സ് വരും. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു, ബില്ലിംഗ് അഡ്രസ്സ് ഉണ്ടാവും, ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ ബില്ലിംഗ് അഡ്രസ്സ് കൊടുത്തുകൊണ്ട് ആ അഡ്രസ്സ് ഇവിടെ വന്നു. ഇനി ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സാവും ഇവിടെ വരൽ. ഓക്കെ, ചൂസ് ചെയ്യാം. ദെൻ ഞാനിപ്പോൾ കൊട്ടേഷനിൽ കസ്റ്റമർ സെലക്ട് ചെയ്തു. അതിൽ ഡേറ്റ് എന്നാണോ ഞാൻ ഈ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡേറ്റ്. ഈ കൊട്ടേഷന് വാലിഡ് ടിൽ എന്നുള്ളൊരു ഫീൽഡും കൂടി ഉണ്ടാവും, അതായത് ഈ കൊട്ടേഷൻ ഏത് ദിവസം വരെ വാലിഡ് ആണെന്നുള്ളത്. ഓക്കെ, ഓർഡർ ടൈപ്പ്, അത് സെയിൽസ്, മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്, അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ കമ്പനി നീഡ്സ് ആണ്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ സെയിൽസിലാണ്, സോ സെയിൽസ് കൊടുത്തു. ദെൻ ഇവിടെ കറൻസി ആൻഡ് പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ കൊട്ടേഷൻ മോസ്റ്റ്ലി സ്റ്റാൻഡേർഡ് സെല്ലിങ്ങിലാണ് വരൽ, അതല്ല ബയ്യിങ്ങിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ കറൻറ്റ്ലി പ്രൈസ് ലിസ്റ്റ് വരൽ സെല്ലിങ്ങിലാണ്. കാരണം നമ്മൾ സെല്ലിങ്, കാരണം സെല്ല് ചെയ്യാൻ ഒരാൾക്കാണല്ലോ, നമ്മൾ കസ്റ്റമറിനാണല്ലോ കൊട്ടേഷൻ കൊടുക്കൽ. സോ അതുകൊണ്ട് സെല്ലിങ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇതായി നമ്മൾ കറൻസി ഇവിടെ കൊടുക്കുക. കറൻസി ഇനി അതെല്ലാം ഔട്ട് ഓഫ് UAE അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ ആ കറൻസി നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ബൈ ഡിഫോൾട്ട് AED തന്നെ ആവും. സോ നമ്മളത് ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതെല്ലാം ഔട്ട് ഓഫ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൺട്രി കറൻസി ഇവിടെ സെർച്ച് ചെയ്യാം, ആഡ് ചെയ്യാം. അതിലെ പുതിയ കറൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ AED കൊടുത്തു. ദെൻ നമുക്ക് ബാർകോഡ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അതിവിടെ സ്കാൻ ചെയ്യാം. അതായത് ഐറ്റം നമ്മൾ ബാർകോഡ് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം മാസ്റ്റർ തന്നെ ബാർകോഡും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാർകോഡ് മെഷീൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം ആ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഐറ്റംസ് ഈ ഐറ്റം ടേബിളിൽ വരും. സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്ങനെയാണ് മാനുവലി നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാമെന്നുള്ള കാണിക്കാം. സോ ഇപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റംസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഐറ്റം ഇവിടുന്ന് എടുക്കണം. അതായത് ഓക്കെ, ഇതാ ഞാൻ നേരത്തെ ഒരു ഐസ്ക്രീം എന്നുള്ളൊരു ഐറ്റം ആഡ് ചെയ്തിരുന്നു. സോ ആ ഐറ്റം ആഡ് ചെയ്തു. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ഞാൻ എത്ര റേറ്റിനാണ് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു 10. ഓക്കെ, ഞാനൊരു 100 കൊടുത്തു. എൻ്റെ സെല്ലിംഗ് റേറ്റ് ഞാൻ 100 കൊടുത്തു. ക്വാണ്ടിറ്റി, അതായത് ഞാൻ വിൽക്കുന്നത് 10 ക്വാണ്ടിറ്റിയാണ്. സോ 10 ക്വാണ്ടിറ്റി ടോട്ടൽ എമൗണ്ട് ഇവിടെ 100 വരും. ഇനി ഈ പെൻ ഐക്കൺ നിൽക്കിക്കഴിഞ്ഞാൽ, അതായത് എഡിറ്റ് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം മാസ്റ്ററിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കണോ ആ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ ഐറ്റം ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അതോടെ വരും. അതെല്ലാ ഡിസ്ക്രിപ്ഷനും നമുക്ക് വേറെയും കൊടുക്കാം. ജസ്റ്റ് എന്ത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അല്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഓക്കെ, ഇനി ഐറ്റത്തിൽ നമ്മൾ ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് ഇവിടെ വരും. ഓക്കെ, അതേപോലെ നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി കാര്യങ്ങൾ, അതിൻ്റെ UAM ഇവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ. അപ്പോൾ ഞാനിപ്പോൾ നമ്പേഴ്സിലാണ്, അതായത് പീസാണ് ഞാൻ സെല് ചെയ്യുന്നത്. അതെല്ലാം ഇനിയിപ്പോൾ കാർട്ടൂൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സീറ്റിനെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടോ സ്റ്റോക്ക് UAM, അതായത് ഡിഫോൾട്ട് UAM നമ്പേഴ്സാണ്. പക്ഷേ ഞാൻ വിൽക്കാൻ, അതായത് കൊട്ടേഷൻ കൊടുക്കുന്നത് കാർട്ടൂണിലാണ്.
അപ്പോൾ അതിൻ്റെ കൺവേർഷൻ ഫാക്ടർ സെറ്റ് ചെയ്തുകൊണ്ട് ആ 0.083 എന്നുള്ളത് വരും. അതായത് ഇപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റി ആസ് പെർ സ്റ്റോക്ക്, അതായത് നമ്മളെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ആവൽ ഇത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ പീസാണ് സെല് ചെയ്യണത്. സോ നമ്പേഴ്സ് കൊടുത്തു. ദെൻ ഇപ്പോൾ ക്വാണ്ടിറ്റി വെയർ ഹൗസ്, കാരണം നമുക്ക് വെയർ ഹൗസിൽ ക്വാണ്ടിറ്റി ഇല്ല, അതായത് സ്റ്റോക്ക് ഇല്ല, ഞാൻ സ്റ്റോക്ക് എൻട്രി ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ 0 കാണിക്കുന്നത്. പിന്നെ കൊട്ടേഷൻ്റെ കേസിൽ അതൊന്നും മാൻഡറ്ററി ഇല്ല, കാരണം ജസ്റ്റ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കലുള്ളൂ. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ വെയർ ഹൗസ് നേരത്തെ ഞാൻ ഡിഫോൾട്ട് ഐറ്റത്തിൽ കൊടുത്തുകൊണ്ട് ഷാർജ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ, സോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക ശരിയാണോ എന്നുള്ളത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് റോ കൊടുക്കാം, അടുത്ത ഐറ്റം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കുറേ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് മൾട്ടിപ്പിൾ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടും. അതിൽ നമുക്ക് സെർച്ചും ചെയ്യാം, ലൈക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, സെർച്ച് ചെയ്താൽ ഇപ്പോൾ ഞാൻ ബിഗിൻ വിത്ത് എന്നുള്ള കൊടുത്തുകൊണ്ട് ബോട്ടിൽ വന്നു. ഓക്കെ, അതേപോലെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. എന്നിട്ട് മൾട്ടിപ്പിൾ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ബോട്ടിലെടുത്തു, ക്വാണ്ടിറ്റി കൊടുത്തു. ഓക്കെ, ഇനി ഹെഡ്സെറ്റ് എടുത്തു. ഓക്കെ, ക്വാണ്ടിറ്റി ഞാൻ 2 കൊടുക്കുന്നത്, 2 കൊടുത്തു. ഇനി ഇത് ക്ലോസ് ചെയ്താൽ ഇപ്പോൾ ആ ഹെഡ്സെറ്റും ബോട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. ഓക്കെ, സോ ഐറ്റംസ് ആഡ് ചെയ്തു, അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 14 വരുന്നത്. അതേപോലെ ടാക്സ് കാറ്റഗറി, പിന്നെ ഷിപ്പിംഗ് റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതൊക്കെ ആഡ് ചെയ്യാം. സോ നമ്മളൊരു ബേസിക് സെയിൽസിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. പിന്നെ നമ്മളെ ടാക്സിൽ നമുക്ക് കുറച്ച് ടാക്സുകളുണ്ട്. അതേപോലെ തന്നെ നമ്മളെ നീഡ്സിന് വെച്ചാൽ ടാക്സും ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ UAE ബേസിൽ നമുക്ക് കറൻ്റ് 5% വാറ്റ് വരൽ. സോ ഞാൻ ആ വാറ്റ് ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ വാറ്റ് ടാക്സ് റേറ്റ് 5%. അപ്പോൾ നമ്മൾ എമൗണ്ട് വരുന്നത് 57.50 ഓക്കെ, സോ ടോട്ടൽ ടാക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും. അതേപോലെ എമൗണ്ട് ഇത്ര വരും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ടാക്സിൽ പല ടാക്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ലൈക്ക് ടൈപ്പ് ആക്ച്വലി ഓൺ നെറ്റ് ടോട്ടലാണോ അല്ലെങ്കിൽ ഐറ്റം ക്വാണ്ടിറ്റി ബേസിലാണോ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ അക്കൗണ്ട് ഹെഡും കൊടുക്കാം. ഓക്കെ, ഇത് കോസ്റ്റ് എക്സ്പെൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള അക്കൗണ്ട് ലിസ്റ്റ് വരും, അത് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. സോ കറൻ്റ്ലി ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ നമ്മൾ UAEയിൽ 5% ടാക്സ് മാത്രമേ കൊടുക്കുള്ളൂ. സോ അത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതേപോലെ റൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1207.50 ഫിൽസാണ് നമ്മളെ ഗ്രാൻഡ് ടോട്ടൽ. അതിൽ റൗണ്ടിങ് വരുന്നത് 0.50 ഫിൽസാണ്. അപ്പോൾ നമ്മളെ റൗണ്ടഡ് ടോട്ടൽ വരുന്നത് 1208. ഓക്കെ, സോ നമുക്കിനി ഈ റൗണ്ടഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട, അതായത് 50 ഫിൽസ് നമ്മൾ റൗണ്ട് ചെയ്യണില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസേബിൾ റൗണ്ടഡ് ടോട്ടൽ ഉണ്ടാവും. അത് നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ കംപ്ലീറ്റ് ഈ 50 ആയിട്ട് മാറും. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ ഓപ്ഷനും ഉണ്ട്. അത് ഗ്രാൻഡ് ടോട്ടൽ ബേസിൽ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ടോട്ടലും കൊടുക്കാം. ഓക്കെ, ഞാൻ ഗ്രാൻഡ് ടോട്ടൽ കൊടുത്തു. എന്നിട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് പെർസെൻറ്റേജ് വൈസും കൊടുക്കാം, അതല്ല ഒരു ഫിക്സഡ് ഡിസ്കൗണ്ട് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ മാറി. ഓക്കെ, 1187 ആയി. നമ്മൾ 20 റുപ്പീസ് ഡിസ്കൗണ്ട് കൊടുത്തോണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കണ്ട, സോ ഞാനത് കൊടുത്തു. അതേപോലെ എന്തെങ്കിലും കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും അത് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കറൻ്റ് കൂപ്പൺ കോഡില്ല, സോ ഞാൻ കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ കൂപ്പൺ കോഡ് കൊടുക്കുന്നു. സോ ആ കൂപ്പൺ കോഡിൻ്റെ ഫോമിലോട്ട് പോകും. ഇവിടെയും കുറച്ച് കാര്യം, അതായത് കൂപ്പൺ നെയിം കൊടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ യൂണീക്ക് എന്നുള്ള ഇങ്ങനെ കൊടുക്കാം. അതിൽ കൂപ്പൺ ടൈപ്പ് പ്രൊമോഷനിലാണോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണോ എന്നുള്ള കൊടുക്കാം. അത് വാലിഡ് ഫ്രം വാലിഡ് അപ് ടു ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ നമുക്ക് ഈ കൂപ്പൺ അപ്ലൈ ആവുമെന്നുള്ളത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. സോ നമ്മളിപ്പോൾ ഒരു കൊട്ടേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം കൊട്ടേഷനിൽ. ഓക്കെ, അല്ല നമുക്ക് സെയിൽസ് ഓർഡറിലായാലും ഇത് കൊടുക്കാം. ഇനി കൊട്ടേഷത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് പേയ്മെൻറ്റ് ടൈംസ് കൊടുക്കാം.
ഓക്കെ, ഇത് ഞാൻ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു കൊട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, സോ കൊട്ടേഷനിൽ എനിക്ക് ആവശ്യമുള്ള കസ്റ്റമർ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, അതേപോലെ ഐറ്റംസ് ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ കൊട്ടേഷൻ സേവ് ചെയ്യുന്നു ആൻഡ് സബ്മിറ്റ് ചെയ്യുന്നു. വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡോക്യുമെൻ്റ് ആയാലും, കൊട്ടേഷൻ ആയാലും സെയിൽസ് ഓർഡർ ആയാലും ഇൻവോയ്സ് ആയാലും പേയ്മെൻറ്റ് എൻട്രി ആയാലും പർച്ചേസ് ഓർഡർ റെസിപ്റ്റ് ഏതാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ ഡാറ്റസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ബട്ടണാവും. വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിലാവും. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് മോഡിൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. അതായത് ഇപ്പോൾ ഐറ്റംസ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വാറ്റ് ആഡ് ചെയ്യാം, ഡേറ്റ് മാറ്റാം, എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം. വൺസ് ആഫ്റ്റർ എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടണാവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ കൊട്ടേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ എന്നുള്ള സ്റ്റാറ്റസിലായി. ഇപ്പോൾ നമ്മൾ സബ്മിറ്റഡ് ആയി. ഇനി നമുക്ക് എഡിറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് അമെൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എഡിറ്റ് വരുത്താം. അല്ലെങ്കിൽ ഇപ്പോൾ കൊട്ടേഷൻ കേസ് നമുക്ക് ലോസ്റ്റ് ഉണ്ടാവും, അത് ഓപ്ഷണലാണ് സെറ്റ്. അതായത് ലോസ്റ്റ് റീസൺ കൊടുക്കുക, എന്തുകൊണ്ടാണ് ഈ കൊട്ടേഷൻ ലോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് മൾട്ടിപ്പിൾ കൊട്ടേഷൻ കൊടുക്കും, അതിൽ എല്ലാ കൊട്ടേഷനും അപ്രൂവ് ആവണമെന്നില്ല. സോ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു 5 കൊട്ടേഷൻ കൊടുത്തു, അതിൽ 4 ക്യാൻസലായി, 1 മാത്രമേ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 ക്യാൻസൽ ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് ലോസ്റ്റ് ആയതെന്നുള്ള റീസൺ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഡിക്ലെയർ ലോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ് ക്യാൻസൽഡ് ആയിട്ട് കാണിക്കും, അതായത് ലോസ്റ്റ് ആയിട്ട് കാണിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഈ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യണം, അതായത് റിവൈസ് ചെയ്യണം. ഞാനിപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്തു, അപ്പോൾ കസ്റ്റമറിനപ്പോൾ ഈ എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല, അതായത് 1200 കുറച്ച് ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ എന്ത് ചെയ്തു, നമുക്ക് റിവൈസ് ചെയ്തു തന്നു. സോ ഞാനിത് ക്യാൻസൽ ചെയ്തു. ദെൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ കൊട്ടേഷൻ ഒന്ന് ക്യാൻസൽ ചെയ്ത് എനിക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ വീണ്ടും നമ്മൾ അമെൻഡ് ചെയ്യുക, അതായത് ചേഞ്ച് ചെയ്യുകയാണെന്നതിനർത്ഥം. ഇപ്പോൾ കൊട്ടേഷൻ ഇനി ഇതിൽ എനിക്ക് ഈ ഐറ്റം വേണ്ട, അതായത് കസ്റ്റമർ പറയുകയാണ് ഈ ഐറ്റം വേണ്ട എന്നുള്ളത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ നെയിം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0001-1 എന്നായി. അതായത് നമ്മൾ 1 എന്നുള്ള ഡോക്യുമെൻറ്റ് റിവൈസ് ചെയ്തിട്ടാണ് ഈ കൊട്ടേഷൻ അയക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അമെൻഡ്മെൻറ്റ് ഫ്രം എന്നുള്ള ഇത് കാണാം, അതായത് ഈ ഡോക്യുമെൻറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് റിവൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ 1-1 എന്നുള്ള ഡോക്യുമെൻറ്റ്. സോ അത് സേവ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. സോ ഇപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊട്ടേഷൻ കാണാം, ഒന്ന് ക്യാൻസൽഡ് ആണ്, ഒന്ന് ഓപ്പൺഡ് ആണ്. അതായത് ഈ കൊട്ടേഷൻ 0001 എന്നുള്ള ക്യാൻസൽ ചെയ്തിട്ട് അത് അമെൻഡ് ചെയ്തതാണ് ഈ 1-1 എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യൽ. ഓക്കെ.